സോ ഇന്ന് ട്രിപ്പിൻ്റെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ 2 ദിവസമായി ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഈ 2 ദിവസവും ഒന്നും പ്രത്യേകിച്ച് ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. കാര്യം ട്രിവാൻഡ്രത്ത് നിന്ന് ഇറങ്ങി ഒരു ആറ്റിങ്ങൽ സൈഡ് കഴിഞ്ഞ് തൊട്ടുള്ളൊരു ഭയങ്കര മഴയായിരുന്നു. നമ്മൾ റെയിൻകോട്ട് ഇട്ട് ഓട്ടിക്കുക എന്നല്ലാണ്ട് വേറെ ഒരു മാർഗ്ഗവുമില്ല. കറക്റ്റ് സമയത്തിന് ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ പെട്രോൾ അടിക്കുക എന്നുള്ള കാര്യങ്ങളല്ലാണ്ട് ഈ ഒരു 2 ദിവസവും പ്രത്യേകിച്ച് ഒരു സ്ഥലവും കയറി കാണാനോ അല്ലെങ്കിൽ ഒന്നും 2-3 ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നു. പോണ വഴി 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ വീട്ടിലൊന്നും കയറാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു. അമ്മാതിരി മഴയായിരുന്നു ഈ 2 ദിവസം കൊണ്ട്. ഇപ്പോൾ നമ്മൾ കറണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കർണാടക വെച്ചിട്ടാണ്. കർണാടക ബോർഡർ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 10-15 കിലോമീറ്റർ ഇങ്ങോട്ട് ഇപ്പുറം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് കുറച്ചൊന്ന് വെതറൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോഴാണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ 2 ദിവസം നമ്മൾ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. പിന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ഡിസ്ട്രിക്റ്റും നമ്മൾ ടച്ച് ചെയ്താണ് വന്നത്. പക്ഷേ മിക്ക സ്ഥലങ്ങളും നമ്മൾ കയറിയിട്ടില്ല. ആകെപ്പാടെ നമ്മൾ ഒരു സ്ഥലം കയറണമെന്ന് വെച്ച് കയറിയത് കണ്ണൂരിലുള്ള മുഴപ്പിലങ്ങാടി ബീച്ചാണ്. അവിടെ പോയപ്പോഴും കടലെല്ലാം കയറി കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വണ്ടി അവിടെ ഇറക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. കാര്യം ഞാനും സൂരജുമാണ് ഇപ്പോൾ കറൻ്റ് റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനും ഇവരും തന്നെ 2019 നമ്മുടെ ഓൾ കേരള ചെയ്തായിരുന്നു. അന്ന് നമ്മുടെ ഈ പറഞ്ഞ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും, അതായത് നമ്മുടെ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കവർ ചെയ്തെന്നല്ല പറയുന്നത്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും അവിടെ തന്നെ പോകണ്ട എന്ന് വെച്ചിട്ട് പോവാത്തതും. 2, ഈ പറഞ്ഞ പോലെ മഴയുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ച് സത്യം പറഞ്ഞൊരു ഇൻട്രോ ഫസ്റ്റ് ഡേ തന്നെ പറയേണ്ടായിരുന്നു. പക്ഷെ പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ പറഞ്ഞല്ലോ, മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു 3-4 വർഷത്തെ തന്നെ ഒരു ആഗ്രഹമാണ്. കാര്യം നമ്മൾ ഓൾ കേരള ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഓൾ ഇന്ത്യ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ അന്ന് നമുക്ക് വലിയ ബഡ്ജറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും നമുക്ക് ആദ്യം ഓൾ കേരള ചെയ്യാം. ഓൾ കേരള ചെയ്തിട്ട് നമുക്ക് ഓൾ ഇന്ത്യ ചെയ്യാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഓൾ കേരള വന്നിട്ടൊരു 8-9 ദിവസത്തെ ഒരു ട്രിപ്പായിരുന്നു. 14 ഡിസ്ട്രിക്റ്റും കവർ ചെയ്തായിരുന്നു. പിന്നെ അതിനുശേഷം നമുക്ക് അത്യാവശ്യം ജോലിയെല്ലാമായി അത്യാവശ്യം ഫണ്ടൊക്കെ ആയപ്പോഴാണ് നമ്മുടെ സേവിങ്സ് എല്ലാം റെഡിയാക്കി നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമ്മൾ ഇതിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്കും 2 പേരുമാണ്. ബൈക്ക് എന്ന് പറയുമ്പോൾ തണ്ടർബേർഡാണ്. തണ്ടർബേർഡ് 350 ആണ് മോഡൽ വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല, നോർമൽ കാർബറേറ്റർ എഞ്ചിൻ, 2017 മോഡൽ വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് അത്യാവശ്യം വണ്ടി പണി ചെയ്തായിരുന്നു. അതായത് പുതിയ ടയർ മാറ്റിയിട്ടുണ്ട്, എൻജിൻ ഓയിൽ, സ്പോർക്കറ്റ്, അതുപോലെ പ്ലഗ് എല്ലാം മാറ്റി. പുതിയ 2 റിമ്മിനും ചെറിയ ബെൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ 2 ബെൻഡും മാറ്റി. അങ്ങനെ അത്യാവശ്യമുള്ള വണ്ടി എൻജിൻ വൈസ് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ വണ്ടിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മെയിൻ്റെനൻസിന് അത്യാവശ്യം എമൗണ്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലും വണ്ടി പെർഫെക്റ്റാണ്. കാര്യം ആ ഒരു പെർഫെക്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന നല്ല രീതിക്ക് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് വണ്ടിക്ക്. ഓക്കെ, അപ്പം വണ്ടിയുടെ ഭാഗം നോക്കുവാണെങ്കിൽ അത്രയാണ് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ ട്രിപ്പ് പോകാനായിട്ട് ലഗേജും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ലഡാക്ക് ക്യാരിയറാണ് നമ്മൾ മെയിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ലഡാക്ക് ക്യാരിയർ തണ്ടർബേർഡിന് കുറച്ച് പാടാണ്. പക്ഷേ നമ്മളത് നമ്മുടെ രീതിക്ക് ഷൂട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് നമുക്കൊരു നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ, നമ്മൾ റൈഡിങ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളൊരു പുള്ളി തന്നെയാണ് നമുക്ക് ആ ഒരു ക്യാരിയറെല്ലാം തന്നത്. ഇപ്പം നമ്മൾ എന്നിട്ട് അതിന് നമ്മുടെ വണ്ടിക്ക് ഷൂട്ട് ചെയ്തെടുക്കുമായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അധികം ലഗേജും കാര്യങ്ങളൊന്നും 2 റക്സക്ക് ബാഗാണ് മെയിനായിട്ട് നമുക്ക് തുണികളൊക്കെ നമ്മൾ വയ്ക്കുന്നത്. പിന്നെ ഒരു ബാഗ് വണ്ടിയുടെ കുറച്ച് ടൂൾസും അതുപോലെ കുറച്ച് അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. അല്ലാണ്ട് നമുക്ക് അധികം ലഗേജും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഇത് ഷൂട്ട് ചെയ്തത് ഗോപ്രോയിലാണ്, ഗോപ്രോ ഹീറോ 9ലാണ്. ആദ്യം തന്നെ പറയാം, നിങ്ങളിത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഈ എൻ്റെ വോയിസിന് വലിയ ക്വാളിറ്റി ഒന്നും കാണത്തില്ല. കാര്യം ഞാൻ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ഗോപ്രോയ്ക്ക് സ്പെഷ്യലായിട്ടൊരു മൈക്കും അതിൻ്റെ അഡാപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അത് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരിക്കലും അത്ര പെർഫെക്ഷൻ ആഗ്രഹിച്ച് ചെയ്യുന്ന ഒരാളല്ല. നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണമെന്നേ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, പിന്നെ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ തുടങ്ങിയിട്ടൊരു 2 വർഷത്തിൽ കൂടുതലായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. 2 വർഷത്തിൽ സത്യം പറഞ്ഞാൽ ഒരു 6-7 വീഡിയോ മാത്രമേ ഇട്ടിട്ടുള്ളൂ.
അത്യാവശ്യം സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളങ്ങനെ വീഡിയോ എന്താ പറയുക അത് വീഡിയോ ചെയ്യണം എന്ന് വളരെ ആഗ്രഹത്തോടുകൂടി അങ്ങനെ വീഡിയോ ചെയ്ത് പോസ്റ്റൊന്നും ചെയ്യാറില്ല യൂട്യൂബിലൊന്നും. പിന്നെ ഇത് നമ്മൾ ഡെയിലി യൂട്യൂബിൽ വീഡിയോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഒരിക്കലും യൂട്യൂബിൽ ഫേമസ് ആവാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഇനാബിളായി അതിൽ നിന്ന് വരുമാനം കിട്ടാനോ റവന്യൂ ഒന്നും കിട്ടാനായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. കാര്യം നമ്മൾ അത് മുന്നിൽ കണ്ടല്ല നമ്മൾ ഇറങ്ങി തിരിച്ചത്. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മുടേതായ ജോലിയുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാളെ ഇപ്പം നമുക്ക് കുറച്ച് ഏജായി, നമ്മൾ ഓൾ ഇന്ത്യ പോയതൊക്കെ നമുക്ക് നാളെ ഒരു ഓർമ്മയ്ക്കായിട്ട് കാണണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ ഒരു സോഴ്സ്. നാളെ യൂട്യൂബ് നിർത്തുകയോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് അന്ന് യൂട്യൂബ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചാനലിൽ നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു കാര്യമാണ്. പിന്നെ ഞാൻ നോക്കിയിടത്തോളം നമ്മളിപ്പോൾ നോക്കുന്നത് ഓൾ സ്റ്റേറ്റ് ഇപ്പോൾ കറണ്ട് ഈ ഒരു പാൻഡമിക്കിൽ നമുക്ക് എത്രത്തോളം സ്ഥലങ്ങളിൽ നമുക്ക് പോകാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റും ഈ 28 സ്റ്റേറ്റും കവർ ചെയ്യണമെന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബിൽ നോക്കുമ്പം മലയാളത്തിൽ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത് പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, എന്നാലും വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏത് ജില്ലക്കാരനോ ആയിക്കോട്ടെ കേരളത്തിൽ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും യൂസ്ഫുള്ളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാം ചാർട്ട് ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അത് വലിയൊരു ഉപകാരം ആവുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത് രണ്ടാണ് മെയിൻ റീസൺ നമ്മൾ വീഡിയോസ് ഇടാനായിട്ടുള്ള മെയിൻ 2 റീസൺസ്. സോ തേർഡ് ഡേ ആണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഉടുപ്പിയാണ്. ഉടുപ്പി ചെന്നിട്ട് ജസ്റ്റ് എന്തെങ്കിലും അവിടെ കാണാനുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണണം. പിന്നെ ഉടുപ്പി മസാല ദോശ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ അത്യാവശ്യം ഫുഡും ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പോകുന്നവരാണ്. നമ്മൾ ഓൾ കേരള പോയപ്പോഴാണെങ്കിലും നമ്മൾ ഓരോ ഡിസ്ട്രിക്റ്റിലെയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഫുഡൊക്കെ, ഫേമസ് ആയിട്ടുള്ള ഹോട്ടൽ അല്ലെങ്കിൽ പോലും അവിടെ ട്രൈ ചെയ്യേണ്ടതായിട്ട് നമ്മൾ ഈ ഫുഡ് ബ്ലോഗേഴ്സ് പറയുന്ന പോലെ മസ്റ്റ് ട്രൈ ഐറ്റംസ് ഇല്ലേ, അത് ട്രൈ ചെയ്യുന്ന കൂട്ടരാണ്. അപ്പം നമുക്ക് ഉടുപ്പി ചെന്നിട്ട് ഉടുപ്പി മസാല ദോശ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. കാര്യം ഇപ്പോൾ സമയം ഒരു 9 മണിക്ക് അകത്തേ ആയിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ പോയി കഴിക്കണമെന്നുണ്ട്. പിന്നെ ഉടുപ്പി കഴിഞ്ഞിട്ട് നമുക്ക് കർണാടകയിലുള്ള സ്ഥലങ്ങൾ മുരുടേശ്വർ, അതുപോലെ ഗോകർണ ഒക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അതെല്ലാം കണ്ടിട്ടായിരിക്കും നമ്മൾ ഗോവയിലോട്ട് പോകുന്നത്. നമ്മൾ ഏറ്റവും വെസ്റ്റേൺ സൈഡ് പിടിച്ചാണ് പോകുന്നത്. കോസ്റ്റൽ റൂട്ട് ഉണ്ടല്ലോ, ആ സൈഡാണ് നമ്മൾ മെയിനായിട്ട് പിടിച്ച് പോകുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ കാണാം. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ ഇത് എന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്നായിരിക്കും വരുന്നതെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാര്യം നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, വൈഫൈയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ കൂടുതലും ടെൻറ്റ് സ്റ്റേ ആണ്. ബഡ്ജറ്റ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കൂടുതലും ടെൻറ്റാണ് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ടെൻറ്റ് നമ്മൾ മേടിച്ചാണ് ഇതൊക്കെ അകത്തുള്ളത്. അപ്പോൾ നെറ്റ് മീൻസ് നമുക്ക് ഫോണിൻ്റെ ആ ഒരു നെറ്റ്വർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്ന് അപ്ലോഡ് ചെയ്യും, എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അകപ്പാടെ ഒരു 130-140 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അല്ലാതെ മീൻസ് അങ്ങനെ മാത്രമാണെങ്കിൽ ഷെയർ ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാണുമ്പോൾ ഇപ്പോൾ ഈ 140 പേരിലിപ്പം എനിക്ക് തോന്നുന്നു ചില വീഡിയോസ് 500 പേരൊക്കെ കാണും, ചില വീഡിയോസ് 200 പേര് കാണും, ചില വീഡിയോസ് 90 പേര് കാണും. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്, മാറിയിരിക്കും. എന്നാലും ഒരു 10 പേരാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ 10 പേർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് മാറ്റണം എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, അത് കമൻ്റായിട്ട് പറയാം. അതുപോലെ ആരെങ്കിലും ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ അവർക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. കാര്യം നമ്മൾ മീൻസ് ഈ വർഷമല്ല അടുത്ത വർഷമൊക്കെ പോകുന്നവർക്ക് അത് വളരെ ബെനിഫിറ്റായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന സമയത്ത് കാണുന്ന കമൻസിനെല്ലാം റിപ്ലൈ ഇടുന്നതായിരിക്കും. ആകെപ്പാടെ 5-6 കമൻറ്റേ വരത്തുള്ളൂ. എന്നാലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് നോക്കിയിരിക്കുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും പറ്റുന്നതൊക്കെ ഞാൻ ഈ പറഞ്ഞ കൂട്ട് റിപ്ലൈ തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഇൻട്രോ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനായിട്ട് തോന്നിയത്. പിന്നെ അധികം ഫേസ് കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. കൂടുതലും ഇങ്ങനത്തെ ഓൺ ട്രിപ്പിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ അവിടുത്തെ സ്ഥലങ്ങൾ കാണുമ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടുതലും വീഡിയോസ് കാണിക്കുന്നത്. നമ്മുടെ അങ്ങനെ ഫേസ് ഇതിനു മുമ്പുള്ള വീഡിയോസ് ചില ഭാഗങ്ങളിൽ കാണിച്ചിട്ടുണ്ടെങ്കിലും അധികം കാണിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്ക് വ്ളോഗിങ് ആയിട്ട് ഒരു താല്പര്യമില്ല. ജസ്റ്റ്
ഇങ്ങനെ മാത്രമായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ റീച്ചൊന്നും കിട്ടുമെന്ന് നമുക്കറിയാം. എന്നാലും നമ്മളിതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, വരും വീഡിയോസിൽ നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ട്രിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഇൻട്രോ ഇതാണ്. കൂടുതൽ ഇൻഫോർമേഷൻസ് വരും വീഡിയോസിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി ഉടുപ്പി ചെന്നിട്ട് കാണാം. ഓക്കെ, ഇപ്പം നമ്മൾ ഈ കർണാടക കയറി തൊട്ട് നല്ല 4 വരി പാതയാണ്. ഒരു 80-90 നന്നായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ആകെപ്പാടെ ഒരു പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന പോലെ ഒരു ഇവിടുത്തെ ഡ്രൈവിംഗ് കൾച്ചറാണ്. അവർ വളവ് തിരിയുമ്പോൾ ഇൻഡിക്കേറ്റർ ഇടത്തില്ല, ഹോൺ അടിക്കത്തില്ല, അങ്ങനത്തെ ഭയങ്കര ഡ്രൈവിംഗ് കൾച്ചർ ഇവിടുത്തെ ഭയങ്കര മോശമാണ്. ഇപ്പോൾ നമ്മളീ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മളിപ്പോൾ ചെറിയൊരു ബ്ലോക്ക് വന്നാൽ പോലും കുത്തിത്തിരിക, അങ്ങനത്തെ നല്ല പരിപാടിയുണ്ട് കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പം. അതുമാത്രമേ ഇവിടെയുള്ള ഇഷ്യൂ ആയിട്ട് തോന്നുന്നുള്ളൂ. പിന്നെ ഇവിടെ കടകളെല്ലാം ഓപ്പണാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമാണെന്ന് തോന്നുന്നു ഈ ഒരു കൊറോണ ഇപ്പോഴും നല്ല രീതിക്ക് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്നത്. അതായത് കൊറോണ പ്രോട്ടോകോൾസ് എല്ലാം, കോവിഡ് പ്രോട്ടോകോൾസ് സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന അവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മിക്കവരും മാസ്ക് ഒന്നും അങ്ങനെ ധരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ റോഡ് അടിപൊളിയാണ്, പറയാതിരിക്കാൻ വയ്യ. കേരളം കഴിഞ്ഞ തൊട്ട് നമുക്ക് നല്ല രീതിക്ക് സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ സ്പീഡിൽ ക്രൂസ് ചെയ്യുക എന്ന് പറയുന്നത് റാഷ് ഡ്രൈവിംഗ് അല്ല, ഒരു പർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഗിയറിൽ തന്നെ പോകുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പം നല്ല റോഡായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി ഉടുപ്പിക്ക് എനിക്ക് തോന്നുന്നൊരു 30 കിലോമീറ്റേഴ്സേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനാണ്. ഓക്കെ.